ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ വ്ലോഗ്. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന മൺട്രോയിലാണ്. നമ്മുടെ കൊല്ലത്ത് മൺട്രോ തുരുത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ആദ്യം ചെന്നത്, ഇത് ഞാൻ പോയിട്ടില്ലാത്തൊരു സൈഡാണ് മൺട്രോയുടെ തന്നെ. ഇതിങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ടല്ലോ. ഇതെന്താ കൊഞ്ച് ചാടുന്നതാണ്, കുഞ്ഞു കുഞ്ഞു കൊഞ്ചുകൾ വലിയ മീൻ കഴിക്കാൻ വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ചാടുന്നതാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളടുത്ത് വേറൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഈ കൊഞ്ചിനെ പിടിക്കാനായിട്ട് വന്നതാണ്. ഇത് കൊഞ്ചിനെ ഇങ്ങനെ അവരെ കയ്യിലൊരു പ്രത്യേക വലയുണ്ട് കേട്ടോ, അതിട്ട് കോരി എടുത്തിട്ട് ചൂണ്ടയിലിടാനായിട്ട്, ചൂണ്ടയിൽ നമ്മൾ കൊരുത്തിടൂലേ, അങ്ങനെ ഇടാനായിട്ട് ഉപയോഗിക്കും കേട്ടോ. ഇതാണ് കൊഞ്ച്, കുഞ്ഞു കുഞ്ഞു കൊഞ്ചുകളാട്ടോ. നമ്മളിങ്ങനെ കാണുമ്പോൾ പാവം തോന്നുന്നത്, വളരെ ചെറുതാണ്. നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കിയാലേ കാണാൻ പറ്റൂ. ഈ വലിയ മീൻ വരുമ്പോൾ അതിങ്ങനെ പേടിച്ച് 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 എല്ലാം കൂടി വെള്ളത്തിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ ഫിഷിംഗ് ഒക്കെ കണ്ടിട്ട് അവർ കുറച്ച് നേരം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവിടെ കിട്ടിയില്ലായിരുന്നേ. അവർ ആ കൊഞ്ചും കൊണ്ട് പോയി. അതിനുശേഷം നമുക്ക് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലൊക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ബോട്ടിങ്ങിനായിട്ട് പോവുകയാണ്. ഇത് ആക്ച്വലി ഈ ട്രിപ്പ് ചേച്ചിയുടെ ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനെയായിട്ടാണ് പോയത്. അപ്പോൾ അവർ നമ്മുടെ വീട് തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് ഇതുവഴി വന്നപ്പോൾ ഏകദേശം ആറ്റിങ്ങിലൊക്കെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, എടി നീ ഫ്രീ ആണോ? അപ്പോൾ രാവിലെ 9 മണിയൊക്കെ ആയിക്കാണ്. ഞാനും വാവയും കൂടെ കിടക്കുന്നേ ഉള്ളൂ, എണീറ്റ് വന്നില്ല. ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, നീ ഫ്രീ ആണോ? ഒരു അരമണിക്കൂർ കൊണ്ട് റെഡി ആവാൻ പറ്റും. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? നമ്മൾ മൺട്രോയിൽ പോവാണ്, പെട്ടെന്ന് റെഡി ആക്കിയോ, നമുക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ പോയതാ. അങ്ങനെ പോയി. പിന്നെ ഇതിന് സർപ്രൈസ് എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോൾ വിചാരിച്ചു ഇവിടെ നിന്ന് ഇനി ഓട്ടോ വിളിച്ച് ജംഗ്ഷൻ വരെ പോകുമ്പോൾ അതിനേക്കാളും നല്ല നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നേരം അങ്ങ് തിരിച്ചു വരുമല്ലോ. അപ്പം ഞാൻ ഇത് സ്കൂട്ടി എടുത്തോണ്ട് പോയി. സ്കൂട്ടി കൊണ്ടുപോയിട്ട് റോഡിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്തു. നമ്മളിങ്ങനെ പോയപ്പം പറഞ്ഞ്, എടി പിന്നെ നമ്മൾ ഇന്നങ്ങ് തിരിച്ചു വരില്ല കേട്ടോ. ഇങ്ങനെ ഞാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോഴ്. കാരണം ഈ നമ്മള് പെറ്റ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ പ്രിപ്പയർ ചെയ്യണമല്ലോ ദൂരെ യാത്ര ഉള്ളപ്പോൾ. ഇങ്ങനെ എങ്കിലും ഞാനിപ്പോൾ വൈകുന്നേരം വരുള്ളൂ എന്ന് കരുതി, ഇനിയിപ്പോൾ രാത്രി വന്നിട്ടൊന്നും കൊടുക്കണ്ട, ഇനിയിപ്പം നമ്മൾ വരുമ്പോൾ ടയർഡായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഫുഡെല്ലാം നന്നായിട്ട് വച്ചു കൊടുത്തിട്ടാണ് പോയത് ഭാഗ്യത്തിന്. അപ്പോഴത്തേക്കും ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ വണ്ടി റോഡിലാണ് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. ഹാൻഡ് ലോക്കും ചെയ്തിട്ടില്ലായിരുന്നു, ഞാൻ മറന്നു കേട്ടോ. പിന്നെ തിരിച്ചു വന്നു, അത് ലോക്ക് ചെയ്തു. വേറെ പ്രത്യേകിച്ച് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് റോഡിന്റെ സൈഡിൽ തന്നെ വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മള് ട്രിപ്പിന് പോയി. നമ്മൾ കാറിൽ കയറുമ്പോഴാണ് ഞാനിന്ന് തിരിച്ചു വരുന്നില്ല, ഇന്ന് സ്റ്റേക്കേഷനാണ് പോകുന്നതെന്ന്. കുറേ നാൾക്ക് ശേഷമാണ് പോയത് കേട്ടോ. ഇത് ഞാൻ കണ്ടിട്ടില്ലാത്ത വേറൊരു സൈഡാണ്. പക്ഷെ നമ്മൾ ബോട്ടിങ് ചെയ്യുമ്പം എല്ലാം ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ ഇതില് നമ്മൾ അന്ന് പോയത് ഓപ്പൺ ആയിട്ടുള്ള ബോട്ടാണ്. ഇതിപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ഉണ്ട്, ഹൗസ് ബോട്ടിലാണ് പോയത്. നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്തത് കുട്ടികളാണ്. നല്ല രസമായിരുന്നു. ഒരു ഫുൾ ഇങ്ങനെ പാട്ടും ഡാൻസും, കുറച്ചൊക്കെ പിന്നെ വിശക്കുമ്പോൾ ക്രാങ്കി ആയിട്ടും അതൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഈ ബോട്ടിലെ ഈ ചേട്ടൻ ഇങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പം പറഞ്ഞു തരും കേട്ടോ ഓരോരോ കാര്യങ്ങൾ. ഇതിൽ ഒരുപാട് ഏരിയയിലെന്ന് വെച്ചാൽ അവർ ലോക്കലായിട്ട്, ഇപ്പം നമ്മളിപ്പോൾ സ്കൂട്ടിയൊക്കെ ഉപയോഗിക്കാറില്ലേ, സ്കൂട്ടി കാറൊക്കെ ഉപയോഗിക്കുന്ന കണക്ക് അവരുപയോഗിക്കുന്ന ചെറിയ ചെറിയ വള്ളങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകണം, ജംഗ്ഷനിലോട്ട് പോകണം, കടയിലോട്ട് പോകണം, അവർക്ക് വള്ളമുണ്ട്, വള്ളത്തിൽ പോവും. പിന്നെ ഇതൊക്കെ ഈ മീന് വളർത്തുന്നതാണ് കേട്ടോ, കരിമീനും ഇതൊക്കെ വളർത്തുന്ന. അത് കഴിഞ്ഞ് എല്ലാ എഡ്ജിലും അവരിങ്ങനെ പട്ടിക്കുട്ടിയും കൂടി വളർത്തുന്നുണ്ട്, ഇതിനു വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. എന്നിട്ട് എനിക്കൊന്നും അതും ബ്രീഡ് ചെയ്യുമെന്ന് തോന്നുന്നു. അങ്ങനെ ചേട്ടാ ഇതൊക്കെ പറഞ്ഞു തരികയാണ് കേട്ടോ. പിന്നെ സ്കൂൾ എവിടെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്കൂളും ഇവിടെ നിന്ന് ഒത്തിരി ദൂരെ പോകണം. അവരിതുപോലെ വള്ളത്തിൽ വന്നിട്ട് പിന്നെ ബസ്സൊക്കെ കയറുന്ന വേറെ ഏരിയ ഉണ്ട്, അതുവഴിയൊക്കെ പോകണം. അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ ഹോസ്പിറ്റലും ഇത് തന്നെയാണ്, കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഈ എല്ലാ വീടിൻ്റെ അകത്തേക്കും, അതായത് വീടിൻ്റെ ഒരു പോരടം കാണുമല്ലോ, അത് ഏകദേശം വെള്ളത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ സൈഡിലോട്ട് അകത്തോട്ട് അവരിങ്ങനെ ഒരു ചെറിയ കനാല് പോലെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഇവരിങ്ങനെ വെള്ളം ആ കനാല് പോലുള്ള സ്ഥലത്തേക്ക് ആ വീടിൻ്റെ സൈഡിലോട്ട് അങ്ങനെ കയറ്റി വയ്ക്കും. എന്നിട്ടാണ് ആൾ കയറി ഇങ്ങനെ പോകുന്നത്. പക്ഷേ ഒരു കാര്യമെന്ന് വെച്ചാൽ എമർജൻസി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു ദിവസം വന്ന് കാണാനും ഇതിനൊക്കെ ഭയങ്കര രസമാണെങ്കിലും നമ്മൾ സ്ഥിരം താമസിക്കുന്നവരുടെ അവസ്ഥ അവർക്ക് തന്നെയായിരിക്കും അറിയാമെന്നുള്ളത് അല്ലേ. ഞാനിത് വെള്ളത്തിരുന്നപ്പോൾ ഇതാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ സ്പോട്ടിലെത്തി. ഇതൊരു വലിയൊരു മരത്തിന് ചുറ്റും ഇങ്ങനെയായിട്ട് കുറേ ഏരിയയിൽ, ആ മരത്തിന് ചുറ്റും കുറേ ഏരിയ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റും കേട്ടോ. അവിടെയാണ് വെള്ളം നിർത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിൻ്റെ വെളിയിൽ അവരൊരു സ്റ്റൂൾ ഇട്ട് തരും, ആ പ്ലാസ്റ്റിക് സ്റ്റൂള്. അത് നമ്മളിങ്ങനെ കാല് വെക്കുമ്പോൾ അതിങ്ങനെ താന്നു പോകുമ്പോൾ തോന്നും കേട്ടോ. ആക്ച്വലി വെള്ളം ഇങ്ങനെ ചരിയുന്നതാണ്, പക്ഷെ നമുക്കൊന്നും
ഈ സ്റ്റൂളിങ് വെള്ളത്തിലിങ്ങ് താന്നു പോവാണെന്ന്. അതൊക്കെ കഴിഞ്ഞിറങ്ങി. എനിക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാൻ വീണുപോയാൽ, അല്ലെങ്കിൽ ഞാനും മോളും കൂടെ വീണുപോയാൽ എങ്ങനെ മോളെ രക്ഷപ്പെടുത്തും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കും ഞാൻ. ആവശ്യമില്ലാതെ ചിന്തിക്കുന്നേ, എങ്കിലും ചിന്തിക്കും. പക്ഷേ എനിക്ക് സ്വിമ്മിങ് പഠിക്കണമെന്നുണ്ട്. മോള് കുറച്ചുകൂടെ അതിന് ശേഷം ഞാനും മോളും ചേട്ടനും കൂടെ, ചേട്ടൻ സ്വിം ചെയ്യും, പക്ഷെ കറക്റ്റ് അങ്ങനെ പ്രോപ്പറായിട്ട് ഇപ്പം ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നീന്തൽ അറിയില്ല, അങ്ങനെയില്ല. ചേട്ടൻ രക്ഷപ്പെടാൻ പറ്റും, പക്ഷെ നമ്മൾ രക്ഷിക്കാൻ പറ്റില്ല ആ കണ്ടീഷന്. അപ്പോഴത്തേക്കും കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണമെന്നുണ്ട്. എല്ലാവരും പോയി പഠിക്കും. പിന്നെ നമ്മൾ അവിടെ ഇത് കൊണ്ടുവന്നത് ഇതെന്താന്ന് വെച്ചാൽ അവിടെ നിന്ന് കക്കയില്ലേ, നമ്മൾ തിരുവനന്തപുരത്ത് കോമൺ അല്ല, ഇങ്ങനെ വളരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കരത്തിലേക്ക് പ്രതീക്ഷ തന്നെയാണ് പോകുന്നത്. തിരിച്ചു വരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കക്കയൊക്കെ അതുപോലെ അതിന്റെ 4 പേരും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര. ഇത് ഞാൻ ആദ്യമായിട്ട് ഈ തവള പോലെ നമ്മളെ ഈ മിസ്റ്റർ ബീനിലെ ഇങ്ങനെ കഴിക്കുന്ന മോള് ജന്മ നമ്മൾ അവിടെ നല്ല ചേച്ചിയുടെ മോൾ ചേട്ടൻ ചെയ്തിട്ടുണ്ടായ കാലിങ്ങനെ മുറിഞ്ഞായിരുന്നു ബ്ലാക്ക് ഓഫ്. അപ്പൊ ഇങ്ങനെ മോളിങ്ങനെ നമ്മുടെ തെരളിയപ്പം കാണിച്ചു. കാരണം നമ്മള് കുറെ നേരം അവിടെ നിന്ന് ഈ വെള്ളത്തിൽ നമ്മൾ ഇരിക്കായിരുന്നു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റുമായിരുന്നല്ലോ. അങ്ങനെ ആ ചേട്ടൻ തന്നെ അത് നമ്മളെല്ലാരും കഴിച്ചു. അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം ചേട്ടനും എല്ലാവരും കൂടി വെള്ളത്തിലോട്ട് തന്നെ വിട്ടത്. മരത്തിന്റെ താങ്ങ് എന്നിട്ട് നമ്മൾ തിരിച്ചു പോകണം. ഫോട്ടോ എല്ലാവരും ചേട്ടൻ കയറി, 2 ചേട്ടന്മാർ. അപ്പൊ നമ്മൾ കുറെ വെള്ളത്തിലേക്ക് കളിച്ച് നീന്തുമ്പോൾ ഇപ്പൊ കയറിക്കുന്ന ചേട്ടനില്ലേ, ചേട്ടന്റെ വൈഫ് കയറി. അങ്ങനെ നേരെ പോയി ആദ്യം കണ്ട നല്ലൊരു കള്ള് ഷാപ്പിൽ കയറി. ഷാപ്പിലെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൊതുവെ ഷാപ്പിലെന്ന് വെച്ചാൽ കുടിക്കാനുള്ള മാത്രമല്ല, നല്ല ഫുഡും കിട്ടും. അപ്പോൾ ഇവിടെ അങ്ങനെ കുടിക്കാനായിട്ടൊന്നും ആൾക്കാർ വരില്ല കേട്ടോ. ഫാമിലി തന്നെ മൊത്തം വരുന്നത്. ഓരോരോ ഹഡ് പോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇപ്പം എത്തിയപ്പോൾ ഒരു 3 മണിയോ 4 മണിയോ ഒക്കെ ആയി എന്ന് തോന്നുന്നു. പക്ഷെ കുഞ്ഞുങ്ങളെല്ലാവരും, അവർക്ക് ഏകദേശം എല്ലാവരും വിശന്ന് തുടങ്ങിയതുകൊണ്ടും അവർ കാത്തിരിക്കാൻ. ഇത് ഇത്ര 4 മണിയാണെന്ന് തോന്നുന്നു. 4 മണിയോ 4:30യോ കണ്ടെയാണ്, അറിയാൻ വയ്യ. അപ്പം അത്രയോ വൈകുന്നേരമായി നമ്മൾ അങ്ങെത്തിയപ്പോൾ. അപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെല്ലാവരും ഐസ്ക്രീം എടുത്തു തുടങ്ങി. ആദ്യം ഒരെണ്ണം എടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ പോയി ചാരി നിൽക്കുക, അങ്ങനെയൊക്കെ ബഹളമായിരുന്നു അവിടെ. അതിനുശേഷം നമ്മൾ ഫുഡ് വന്നു കേട്ടോ. നമ്മളെ തലക്കറിയും, കൊല്ലത്താണ് ഞാൻ കൂടുതൽ ഈ തലക്കറി ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് കണ്ടിട്ടുള്ളത്. എനിക്ക് ബേസിക്കലി തലക്കറിയുടെ വലിയ താല്പര്യമില്ല, കാരണം കുറേ മുള്ളും കുറച്ച് മീൻകണ്ണും കുറച്ച് മാംസവും മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. തലക്കറി, കപ്പ, പിന്നെ പോർക്ക്, അങ്ങനെ കുറച്ച് നല്ല ഉള്ളതെല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നന്നായിട്ട് കഴിച്ചു, എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചു, കാരണം ടൈർഡും കൂടെ ആയിരുന്നല്ലോ. അതിനുശേഷം നമ്മൾ ഇനി പോകുന്നത് ചൂണ്ടയിടാനായിട്ടാണ്. ചൂണ്ടയിടാൻ പോയി. ഇതെന്ത് ചെയ്യുന്നു, നമ്മൾ അവിടെ പോയില്ലായിരുന്നു, നേരത്തെ വെള്ളത്തിൽ കളിച്ച സ്ഥലമല്ലേ, അവിടെ ഈ ചൂണ്ടയും വിൽക്കും. അങ്ങനെ ചൂണ്ട വാങ്ങിയിട്ട് ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടൻ ഇങ്ങനെ, നിബിൻ എന്നാ ചേട്ടൻ്റെ പേര്, ചേട്ടൻ ഇങ്ങനെ പിടിച്ചേക്കാണ്. അതുവരെ 2 മക്കളും ഉണ്ട്, പിന്നെ ചൂണ്ടയും കൊണ്ട് ചേട്ടൻ ഫുള്ള് ഇങ്ങനെ ഇതായിട്ടിരിക്കുക. നമ്മൾ അതിന് ശേഷം ചൂണ്ടയിടാനുള്ള സ്ഥലത്ത് പോയാണ് കേട്ടോ. ആദ്യം നമ്മൾ പോയില്ലേ, ആ സ്ഥലത്ത് തന്നെയാണ് ചൂണ്ടയിടാൻ വീണ്ടും പോയത്. പിന്നെ നമ്മൾ കുറേ നേരം നോക്കിയപ്പോൾ അവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇങ്ങനെ കല്ലടുക്കിയിട്ടേക്കുന്ന മാത്രമേ ഉള്ളൂ. അത് കുഞ്ഞുങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് സേഫ് അല്ല. പിന്നെ അവിടെ ഒട്ടും ഈ സ്മെല്ലും പിന്നെ അത്ര നീറ്റല്ലാത്ത സ്ഥലം ആയതുകൊണ്ട് നമ്മളെല്ലാവരും പിന്നെ അവിടെ നിന്ന് പോയി കേട്ടോ. പതിയെ കുറച്ച് നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോയി. അവിടെ കൂടുതലും ഈ കൊഞ്ചിൻ്റെ ഇതാണോ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ മറ്റവരും ഇവിടെ കുറേ നേരം ട്രൈ ചെയ്ത് നോക്കിയിട്ട് മീൻ കിട്ടാതായപ്പോഴേ നമുക്ക് തോന്നിയായിരുന്നു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന്. അങ്ങനെ കുറച്ച് നേരം നിന്നു. പിന്നെ പിള്ളേരൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരൊറ്റ ഓട്ടായിരുന്നു. ഇവിടെ മറ്റേ ബോട്ട് ജെട്ടി ഉണ്ടല്ലോ, അതാണ്, അതായത് ബോട്ടിൻ്റെ സ്റ്റോപ്പ്, നമ്മൾ ബസ് സ്റ്റോപ്പ് പോലെ ബോട്ടിൻ്റെ സ്റ്റോപ്പ്. ഈ സൈഡിൽ ഇങ്ങനെ നമ്മൾ നിന്ന സമയത്ത് ഒരു വള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. നമ്മൾ ചെന്നതിന് ശേഷം അവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തോട്ട് പോകാൻ ഓരോ ബസ് പ്രത്യേകിച്ച് സമയം അറിയാമല്ലോ. ഇപ്പം ഇത്ര മണിക്കൊരു ബസ് ഉണ്ട്, അതുപോലെ പ്രത്യേകിച്ച് വള്ളത്തിന് സമയം കാണുമായിരിക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നു. അവിടെ പുതിയ ബോട്ടൊക്കെ വന്നിട്ട് അവർ പോകണ്ടായിരുന്നു കേട്ടോ. നമ്മളും പിന്നെ ഇത് ചെയ്യാനായിട്ട് പോയി, മീനൊക്കെ ചൂണ്ടയിടാനായിട്ട് പോയി. അതിനുശേഷം കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ചൂണ്ടയിടാൻ പോയത് കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു. നല്ല ആ ഒരു വെയിൽ മങ്ങി എന്നാൽ വെട്ടമുണ്ട്. അങ്ങനെ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. കയാക്കിംഗ് ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ മുങ്ങിപ്പോയാൽ എന്ത് ചെയ്യും എന്നുള്ള പരിപാടി അറിഞ്ഞൂടാത്തതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും സ്വിമ്മിങ് പഠിച്ചതിന് ശേഷം കയാക്കിംഗ് ചെയ്യണം. എനിക്ക് കയാക്കിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ സ്വിമ്മിങ് പഠിച്ചിട്ടേ ചെയ്യുള്ളൂ. ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ ചെയ്യണം. അതുകൊണ്ട് എപ്പോഴെങ്കിലും സ്വിമ്മിങ് പഠിച്ചിട്ട് ചെയ്യൂ. അപ്പോൾ രാഹുൽ ചേട്ടനും ചേച്ചിയും
വീണയും കൂടി പോയി. വീണ രാഹുൽ ചേട്ടൻ്റെ വൈഫാണ്. അവർ രണ്ടുപേരും കയക്കിങ്ങിന് പോയി, വീണ വീഡിയോ എടുക്കാനായിട്ട് പോയി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ചൂണ്ടയിടായിരുന്നു കേട്ടോ. ഞാനിതുവരെയും ചൂണ്ടയിട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ചൂണ്ടയിടുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ വള്ളത്തിൻ്റെ അടിഭാഗത്ത് കുറച്ച് മീൻ ഇങ്ങനെ വരുന്നത് കണ്ടേ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ, ഒന്നിട്ട് നോക്കിയതാണ് കേട്ടോ. പക്ഷെ ഭാഗ്യത്തിന് കിട്ടിയപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞിട്ടല്ലോ പിടിച്ച് വെളിയിലെടുത്ത് കേട്ടോ. എന്തെങ്കിലും ചെയ്യട്ടെ. അങ്ങനെ എൻ്റെ ആദ്യത്തെ ചൂണ്ടയിടൽ വളരെ സക്സസ് ആയിരുന്നു, ഭയങ്കര സക്സസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചൂണ്ടയിടണം എന്നുള്ളത്. ഞാൻ അറിയാമോ, അവിടെ നിന്ന് ആ ചൂണ്ട ഇവിടെ കൊട്ടിയം വരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒടിച്ച് മടക്കിയൊക്കെ ആണെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ലാസ്റ്റ് നമുക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചേട്ടൻ പതിയെ ഇങ്ങനെ സ്ലോ ആയിട്ട്, എന്ന് വെച്ചാൽ മീനിന് മുറിയാതെ, മുറിവ് പറ്റിയിട്ടുണ്ട് അങ്ങനെയല്ല, ഭയങ്കര ഇഞ്ചുറി പറ്റാതെ മീനിൽ നിന്ന് ആ ചൂണ്ട എടുക്കുന്നുണ്ട് കേട്ടോ. ചൂണ്ട എടുത്തിട്ട് നമ്മൾ തിരിച്ച് റിലീസ് ചെയ്തു. കുറേ നേരം അവിടെ നിന്നിട്ട് പിന്നെ ചേട്ടന് കയാക്കിങ്ങിനൊക്കെ പോയിട്ട് കുറേ നല്ല റൗണ്ട് അടിച്ചിട്ടാണ് വന്നത്. അപ്പോഴത്തേക്കും സൺസെറ്റൊക്കെ ആയി. നമ്മൾ പിന്നെ വീട്ടിലോട്ട് പോവാണേ. അതിനുശേഷം നമ്മൾ റൂമിൽ വന്നിട്ട് എന്താ ഫ്രഷായി കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഒന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. വണ്ടിയിലിരുന്ന് തന്നെ ഉറങ്ങിയായിരുന്നു. അപ്പം ജസ്റ്റ് കുറച്ചൊന്ന് ഉറങ്ങി ഒന്ന് മയങ്ങി എണീറ്റപ്പോഴത്തേക്കും നമ്മളെല്ലാവരും റെഡിയായി ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കണ്ടോ. എല്ലാവരും നല്ല രസമായിട്ട് നടന്നുകൊണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ലിംഗക്കുട്ടനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വേദക്കുട്ടനും ഉണ്ടായിരുന്നു. അതിനുശേഷം വേദക്കുട്ടൻ ചേച്ചിയുടെ കൂടെ അങ്ങ് പോയി. അതിനുശേഷം എല്ലാവരും ദോശയാണ് എല്ലാവരും ഓർഡർ ചെയ്തത്. പ്ലെയിൻ ദോശ, ഗീ റോസും മസാല ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് പല വെറൈറ്റി തന്നെ, പക്ഷെ ദോശയാണ് എല്ലാവരും കഴിച്ചത്. നല്ലായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. കേരള വെജ് കഫേ നല്ല ഫുഡായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും നല്ല രീതിയിൽ കഴിച്ചു, നമ്മളും കഴിച്ചു. നമ്മൾ ആക്ച്വലി മറ്റേ ഷാപ്പിൽ പോയിട്ട് അങ്ങനെ ആർക്കും വിശപ്പില്ലായിരുന്നു, എങ്കിലും എല്ലാവരും നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും കഴിച്ചു കേട്ടോ. അതിനുശേഷം തിരിച്ച് റൂമിലോട്ട് പോവുകയാണേ. റൂമിലോട്ട് പോയിട്ട് പിന്നെ നമ്മൾ 2 മണി 3 മണി വരെ പാട്ടൊക്കെ പാടി എന്താക്ഷരൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു 2 മണി 2 മണിയൊക്കെ ആയപ്പോൾ ചായ കുടിക്കാൻ പുറത്തു പോയി. പക്ഷെ ഞാനതൊന്നും വ്ളോഗ് ചെയ്യാൻ മറന്നതെന്നല്ല, ആ ഒരു വൈബിൽ ഞാനതങ്ങ് വിട്ടുപോയതാണ്. എന്നിട്ട് അടുത്ത ദിവസം നമ്മൾ രാവിലെ തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ ബൈ.